മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മൂന്നാറില് ഒരു വലിയ കുരിശ്, 15 അടി പൊക്കമുള്ള ഒരു ടൺ ഭാരമുള്ള കുരിശ് കോൺക്രീറ്റ് ഇട്ട് വെച്ചിരുന്നു. അതിനെ നമ്മുടെ ദേവികുളം സബ് കളക്ടറും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ കളക്ടറുടെ അനുവാദത്തോടു കൂടിയെല്ലാം പിഴുതെറിഞ്ഞപ്പോൾ നമ്മളുടെ മുഖ്യമന്ത്രി വികാര തീവ്രമായിട്ട് പറയുകയുണ്ടായി, അത് പൊളിച്ചു കളയേണ്ട ആവശ്യമില്ല, ജനങ്ങളുടെ വിശ്വാസത്തിനെതിരെ RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ചെയ്തതാണ്, അത് മാറ്റണം എന്ന് പറഞ്ഞാൽ അവർ മാറ്റുമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പലരും പറഞ്ഞിരുന്നു. പലതും ആ കയ്യേറ്റം ചെയ്ത 1 ടൺ ഭാരമുള്ള കുരിശ് വെച്ച വ്യക്തികളെക്കുറിച്ച് മാതൃഭൂമിയിൽ വിവരിക്കുന്നത്, കയ്യേറ്റ പട്ടിക, മുന്നിൽ വെള്ളൂക്കുന്നിൽ കുടുംബം. വെള്ളൂക്കുന്നിൽ കുടുംബം എന്ന് പറയുന്നതാണ് ആ കുരിശ് സ്ഥാപിച്ച് അവരുടെ വീട്ടുകാരാണ് പുതിയ സ്പിരിറ്റ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ സമുദായത്തെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ കുരിശ് വെച്ച് മൂന്നാർ കൈയടക്കിയിരിക്കുന്നത്. ഒന്ന് വായിക്കണം. കയ്യേറ്റ പട്ടിക, മുന്നിൽ വെള്ളൂക്കുന്നിൽ കുടുംബം. ലംബോദരന്റെ മകൻ കയ്യേറിയത് 7.5 ഏക്കർ. തച്ചങ്കരിയുടെ സഹോദരൻ കയ്യേറിയത് 7 ഏക്കർ. പിന്നെ വാർത്ത, തൊടുപുഴ മൂന്നാർ കയ്യേറ്റം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടത്തിയിരിക്കുന്നത് വെള്ളൂക്കുന്നിൽ കുടുംബം ചിന്നക്കനാൽ വില്ലേജിലാണ്. പ്രധാനമായും ഇവരുടെ കയ്യേറ്റം പാപ്പാത്തി ചോലയിൽ കുരിശ് സ്ഥാപിച്ച് 200 ഏക്കറോളം ഭൂമി കയ്യേറിയ സ്പിരിറ്റ് ഇൻ ജീസസ് സ്ഥാപകൻ ടോം സക്കറിയായുടെ കുടുംബമാണ് വെള്ളൂക്കുന്നിൽ. ഓരോ ഹിന്ദുവും ഇതറിയണം. ക്രിസ്ത്യാനികൾക്ക് ഇത് നല്ലോണം അറിയാം, അച്ഛന്മാർക്കത് അറിയാം, ബിഷപ്പുമാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന പേരിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തെ ഉണ്ടാക്കി ആ കുരിശ് ഉപയോഗിച്ച് എങ്ങനെയാണ് മൂന്നാറിൽ കയ്യേറിയത് എന്നുള്ളത് ഫ്രണ്ട് പേജിലാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. ഇത് പുറകിലൊന്നുമല്ല, ഫ്രണ്ട് പേജിലാണ് മാതൃഭൂമി ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നോക്കുക എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ഈ കുരിശും കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് എന്ന്. ടോം സക്കറിയായുടെ സഹോദരങ്ങളായ ജിമ്മി സക്കറിയ, അതും ഈ സ്പിരിറ്റ് ഓഫ് ജീസസിൻ്റെയാണ്, വെള്ളുക്കുന്നിൽ കുടുംബങ്ങളാണ്. ജിമ്മി സക്കറിയ 27 ഏക്കറും ബോബി സക്കറിയ 12 ഏക്കറും ജിജി സക്കറിയ 4 ഏക്കറും ചിന്നക്കനാൽ ഒരു പ്രദേശത്ത് കയ്യേറിയതായി പട്ടികയിലുണ്ട്. മന്ത്രി MM മണിയുടെ സഹോദരൻ ലംബോദരന്റെ മകൻ ലിജിഷ് ചിന്നക്കനാലിൽ 7.5 ഏക്കർ കയ്യേറിയിട്ടുണ്ട്. CPMന്റെ ഉജ്ജ്വലനായ നേതാവാണ്. ADGP ടോമിൻ തച്ചങ്കരിയുടെ സഹോദരൻ ടിസ്റ്റിൻ ജെ തച്ചങ്കരി 7.07 ഏക്കർ കയ്യേറി. മുഖ്യമന്ത്രി വിളിച്ചിരുന്ന സർവകക്ഷി യോഗത്തിനു മുന്നോടിയായാണ് ജില്ലാ ഭരണകൂടം കയ്യേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയത്. ഇനി ബാക്കിയുള്ളത് ആസ് യൂഷ്വൽ വാർത്ത. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് വായിച്ചു കേൾപ്പിച്ചത് ഒരു വാർത്ത വായിച്ചു കേൾപ്പിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയൊന്നുമല്ല. ഓരോ ക്രിസ്ത്യൻ ഗ്രൂപ്പും അവർ ഈ കുരിശ് മുമ്പിൽ വെച്ച്, യേശു ക്രിസ്തുവിനെ മുമ്പിൽ വെച്ച്, വിശ്വാസം മുമ്പിൽ വെച്ച്, ബൈബിള് മുമ്പിൽ വെച്ച്, പ്രത്യാശയുടെ പ്രതീകമെന്ന് പറഞ്ഞ് അതൊരു 100 പ്രാവശ്യം ഞാൻ ഇനിയും പറയുന്നുണ്ടാവും. പ്രത്യാശയുടെ പ്രതീകമാണ് യേശുദേവനെ ആണിയടിച്ച കുരിശ് എന്ന് പറഞ്ഞ് ആ കുരിശ് ഉപയോഗിച്ചാണ് തനി കച്ചവട മനോഭാവത്താൽ ഈ സഹ്യപർവ്വതത്തിന്റെ മുകളിൽ മുഴുവനും പ്രത്യാശയുടെ പ്രതീകം ഉപയോഗിച്ചിട്ട് കയ്യേറുക. അതിന് കുരിശാണ്, ആരും തൊടില്ല. ആ കുരിശ് തൊട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഈ എല്ലാം ഇളകും എന്നൊരു ഭയവും കൂടിയുണ്ട്. ആദ്യം ആ കുരിശെടുത്ത് മാറ്റിയപ്പോൾ യേശു ക്രിസ്തു ആയിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞ ബിഷപ്പ് പിന്നെ മിണ്ടിയിട്ടില്ല. അവരുടെ കരുത്തിന്റെ ചങ്കൂറ്റം നോക്കുക. ഇപ്പൊ JCB അനങ്ങുന്നില്ല. കുറേ വാർത്തകൾ ഇങ്ങനെ ദിവസവും വരുന്നു, വൻകിടക്കാരെ ഇളക്കുന്നു, അതിങ്ങനെ കാണിക്കുന്നതല്ലാതെ എങ്ങനെയാണോ ലോ അക്കാഡമി തമസ്കരിക്കപ്പെട്ടത്, എങ്ങനെയാണോ നെഹ്റുവിൻ്റെ തമസ്കരിക്കപ്പെട്ടത്, എങ്ങനെയാണോ കോളേജുകളിൽ നടക്കുന്നത് തമസ്കരിക്കപ്പെടുന്നത്, ഇങ്ങനെ ഓരോന്നും ഇല്ലാതെയാക്കി പുതിയത് കൊണ്ടുവന്ന് അവസാനം കയ്യേറ്റവും ഇല്ലാതെയോ. ഇപ്പൊ ശ്രീറാം വെങ്കട്ടരാമൻ സൈലന്റ് ആണ്, ഇപ്പൊ ഗോകുൽദാസ് സൈലന്റ് ആണ്. പക്ഷേ അടുത്ത വിഷയം നാളെ പുതിയതൊരെണ്ണം വരും. ഇപ്പൊ ഇന്നലെ മിനിങ്ങാന്നൊക്കെ സെൻകുമാർ നിറഞ്ഞു നിന്നു, സുപ്രീം കോടതി വിധി നിറഞ്ഞിരുന്നു. അങ്ങനെ
അപ്പോഴത്തേക്കും കയ്യേറ്റത്തിന്റെ വിഷയം പോയി, പുതിയ വിഷയം വന്നു. യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, 45 ദിവസം കൊണ്ട് ഉത്തർപ്രദേശിൽ വരുത്തിയ മാറ്റവും 1 വർഷം തികയാറായ മന്ത്രിസഭ വരുത്തിയ മാറ്റം. ഇവിടെ ഇന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ഇറങ്ങി വന്നപ്പോൾ തേങ്ങയുടെ കൊല പിടിച്ചുകൊണ്ട് വരുന്ന LDF സർക്കാർ വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ കുറേ ഫ്ലക്സ് ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതിൽ LDF സർക്കാർ വരും എല്ലാം ശരിയാവും എന്നുള്ളത് മാത്രം ബ്ലേഡ് കൊണ്ട് വെട്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊലയും മറ്റേ തേങ്ങാക്കൊല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തേങ്ങയുടെ കൊല തന്നെയാണ്, അല്ലാണ്ട് മലയാള ഭാഷയിലെ തേങ്ങാക്കൊലയല്ല. ആ തേങ്ങയുടെ കൊലയും അല്ലെങ്കിൽ ചവറിതാക്കുന്നതും അതല്ലെങ്കിൽ സ്ത്രീകൾ പെൻഷൻ വാങ്ങിക്കുന്നതും കരയുന്നതും ഈ സീനിന്റെ ഫ്ലക്സുകൾ അതേപോലെയുണ്ട്. LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് മാത്രം വെട്ടി മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ. എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കുരിശിന്റെയും യേശുക്രിസ്തുവിന്റെയും ബൈബിളിന്റെയും മതത്തിന്റെയും പേരിൽ തനി പച്ചയ്ക്ക് ലാൻഡ് കയ്യേറാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആശ്രമക്കാരും കയ്യേറിയിട്ടില്ല. ഒരു ഹിന്ദു രീതിയിൽ ജീവിക്കുന്ന രാഷ്ട്രീയക്കാരനല്ലാത്തവനും കയ്യേറിയിട്ടില്ല. അപ്പോൾ അവരെ ഒന്നും വിളിച്ചിട്ട് ഒരു ആശ്രമത്തിനെയോ സന്യാസിയെയോ ഒന്നും വിളിച്ചിട്ട് ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അവര് കയ്യേറിയിട്ടില്ല. അത് തന്നെയാണ്. കയ്യേറിയവരെ വിളിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടി വന്ന ഗതികേട് ഈ ലോഹയും ഇട്ടുകൊണ്ട് ഈ തൊപ്പിയും വെച്ചോണ്ട് നമ്മുടെ നാടിന്റെ പൊതുസ്വത്ത് ഈ വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളത് ഭീഷണിപ്പെടുത്തിയിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു മതവിഭാഗത്തെ ചുമലിലേറ്റി നടക്കുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വ്യക്തികളുടെ വാക്കുകളും പ്രവൃത്തികളും എവിടെ ചെന്നെത്തി നിൽക്കുന്നു എന്ന് നോക്കാം. ഓരോ ഹിന്ദുവും ഇതറിയണം. ഇത് ഹിന്ദുക്കളായ ഹിന്ദുക്കൾ അറിഞ്ഞാൽ പോരാ, കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ അറിയണം, കോൺഗ്രസ്സുകാരായ ഹിന്ദുക്കൾ അറിയണം, BJPക്കാരായ ഹിന്ദുക്കളും മിണ്ടാതിരിക്കുന്നവരും ഇതറിയണം. ഇത് ഹിന്ദുവിന്റെ മാത്രം അഭിമാന പ്രശ്നമൊന്നുമില്ല, എല്ലാ ഭാരതീയന്റെയും. ഇന്നലെ സുഗതകുമാരി ടീച്ചർ പറഞ്ഞ മാതിരി കയ്യേറ്റം ഏത് മതത്തിന്റെയാണോ വിശ്വാസത്തിന്റെയാണോ എന്നുള്ളതല്ല, കയ്യേറ്റം എന്നും കയ്യേറ്റം തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ മീറ്റിംഗിൽ സമവായം വന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും മൗലവിയും അതുപോലെ പള്ളിയിലച്ഛനും പറഞ്ഞത് ഏത് കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുമ്പോഴും മതങ്ങളുടെ വികാരങ്ങളും വിശ്വാസങ്ങളും അത് കണക്കിലെടുത്ത് വേണം ഒരു തനി നാറിയ ലോഹയിട്ട ഒരച്ഛൻ ഇത്ര തറ രീതിയിൽ പറയാം. അതായത് കയ്യേറ്റ ഭൂമിയിലാണ് കുരിശ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് തുടരുതെന്ന് തന്നെ അർത്ഥം. ആ പ്രത്യാശയുടെ പ്രതീകത്തിനെ കയ്യേറ്റത്തിന് ഉപയോഗിച്ച ആ ക്രിസ്ത്യാനികളും കൂടി ഇത് ചിന്തിക്കണം. എല്ലാവരും ഉമ്മ വയ്ക്കുകയും ആരും ചാരി നിൽക്കുകയും കഴുത്തിൽ മാലയിലിട്ടുകൊണ്ട് നടക്കുകയും ശവപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയും അത് തന്നെ പിടിച്ചുകൊണ്ട് സ്വർണ്ണ കുരിശും പിടിച്ചുകൊണ്ട് കൊടയുടെ കീഴിൽ നടക്കുകയും ചെയ്യുമ്പോൾ അതേ കുരിശാണ് സർക്കാർ ഭൂമി കയ്യേറാനുള്ള കൊള്ളയ്ക്കും കള്ളത്തരത്തിനും ഉപയോഗിക്കുന്നത് എന്ന് കൂടി ക്രിസ്ത്യാനികൾ അറിയണം. പ്രതികരിക്കണോ വേണ്ടയോ എന്ന് അറിഞ്ഞുകൂടാ. മാമോദീസ മുക്കാൻ അങ്ങോട്ട് ചെല്ലണം, കല്യാണത്തിന് അങ്ങോട്ട് ചെല്ലണം, ശവമടക്കാനും ചെല്ലണം എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കയ്യേറിയതില് രാഷ്ട്രീയക്കാരായ ഹിന്ദുക്കളും പിന്നെ മതമേധാവികളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് ഉള്ളത്. അതുകൂടി അറിയാൻ സാധിക്കട്ടെ ഈ വാർത്ത. അതിനുവേണ്ടി വായിച്ചതാണ്. പ്രണാമം, നമസ്കാരം.